ചുരൽമലയിൽ നിന്നും അനിൽ നമ്പ്യാർ വീണ്ടും ചേരുകയാണ്. അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങും ഹൃദയഭേദകമായ കാഴ്ചകൾ, കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ എങ്ങനെ സമാശ്വസിപ്പിക്കും എന്ന കാര്യത്തിൽ തന്നെയാണ് എല്ലാവർക്കും വൈകാരികമായ വിഷമമുള്ളത്. കാരണം ഉറ്റവരും മുടിയവരും സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. പക്ഷേ അവരൊക്കെയും പ്രതീക്ഷയോടെയാണ് ജീവിതത്തെ കാണുന്നത്. പക്ഷേ അതേസമയം തന്നെ അവിടെ ഇനി ഒരു ജീവിതം സാധ്യമല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നഷ്ടപ്പെട്ടതൊക്കെയും നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, ഇനിയെങ്കിലും ഞങ്ങൾക്ക് ജീവിതം വേണമെന്ന് പറയുമ്പോൾ ഇത് കൃത്യമായും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സർക്കാരിൻ്റെ ഇടപെടൽ ഇനിയെങ്കിലും അത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണല്ലേ? തീർച്ചയായും കെ പി സുരേഷ്, തെരച്ചിലിൻ്റെ 6ാം ദിവസത്തിലാണ് ഞാൻ ചൂരൽമലയിൽ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ദുരന്തം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഈ മേഖലയിൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ, JCB, ഹിറ്റാച്ചി ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ വലിയ വലിയ പാറക്കെട്ടുകൾ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള, അതൊക്കെ നീക്കം ചെയ്യുന്നതിന് ഈ സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. അതിനായിട്ട് അതായത് സൗജന്യമായി തന്നെ സേവനം വിട്ട് കൊടുത്തവരാണ് ഇവർ. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചിലരാണ് ഇപ്പം എന്നോട് ചേരുന്നത്. ഈ യന്ത്രങ്ങളുടെ ഉടമകളായിട്ടുള്ള അവരോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലേ, ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഇത് മനുഷ്യസാധ്യമല്ല ഇതൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ മേഖലയിൽ എത്തുന്നത്? സ്വയം സന്നദ്ധമായി തന്നെയാണോ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? ഈ സംഭവം നടന്ന രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി, ഒരു 11-12 മണിയോട് കൂടിയിട്ട് ഞങ്ങളെ മലപ്പുറം കലക്ട്രേറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ക്രഷറുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓണേഴ്സിനാണ് വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ വയനാട്ടിലേക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിനായിട്ട് അധിക ഭാരം എടുക്കാൻ പറ്റുന്ന വലിയ എക്സ്കവേറ്ററുകൾ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. അത് പ്രകാരം ഞങ്ങൾ അവിടുന്ന് നമ്മൾ ഉള്ള അവസ്ഥയിൽ തന്നെ ഞങ്ങൾ കുറച്ച് ആളുകൾ മലപ്പുറം ജില്ലയിലെ ക്രഷർ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ സ്വയം സന്നദ്ധമായിക്കൊണ്ട് ഒരു 7ഓളം മെഷീൻ എടുത്തിട്ട് അത് ആ സ്പോട്ടിൽ തന്നെ ആ വിവരം കിട്ടി ഏകദേശം ഒരു 2 മണിക്കൂറിനകത്ത് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. അന്ന് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. ആ സമയത്താണ് ഈ ബെയിലി പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ മിലിറ്ററി വന്ന് ഈ പണി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് പറ്റി, ഈ പാലം ക്രോസ് ചെയ്തിട്ട് മിലിറ്ററി ഒരു വശത്ത് നിന്ന് ഈ പാലം എങ്ങനെ ഇപ്പുറത്ത് എത്തിക്കണമെന്നുള്ള പാലം ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നു, ഞങ്ങളുടെ ആദ്യത്തെ മെഷീൻ ഇറങ്ങി. ആ മെഷീൻ വെച്ചിട്ടാണ് ഈ പാലത്തെ വലിച്ചെടുത്തിട്ട് ഞങ്ങൾ അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളിപ്പോൾ അതിനുശേഷം ബെയിലി പാല നിർമ്മാണത്തിലും നിങ്ങൾ പങ്കാളികളായി. തീർച്ചയായിട്ടും ബെയിലി പാല നിർമ്മാണത്തിൽ നമ്മളെ സുഹൃത്തുക്കളാണ് അത് ചെയ്തു കൊടുത്തത്. ആദ്യമായിട്ട് അക്കരെ അവർ തള്ളിവിടുകയായിരുന്നു. പിന്നെ അവർ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ മെഷീൻ പ്രൊവൈഡ് ചെയ്ത് ഈ ഭാഗത്ത് നിന്ന് മെഷീൻ വെച്ച് വലിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ശേഷം ഞങ്ങൾ കൂടുതലായിട്ട് മെഷീൻ എത്തിച്ചു. ഏകദേശം 30-ൽ പരം മെഷീൻ ഇപ്പോൾ ഞങ്ങളിതിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിർമ്മാണത്തിലും ഈ പാലത്തിൻ്റെ ഈ ഭിത്തികളും ആ കാണുന്ന സ്കൂളിൻ്റെതെല്ലാം ആ ഭാഗത്തെല്ലാം തെരച്ചിൽ നടത്താനും ഇപ്പോൾ റോഡ് വർക്കായാലും പിന്നെ ബാക്കി പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം എത്ര യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? ഏകദേശം 30ഓളം മെഷീനറീസ് ഉണ്ട്. ഉണ്ട്. ഈ താഴെ ഭാഗത്തുണ്ട് മെഷീനറീസ്, ഈ മേലെ ഭാഗത്തുണ്ട് മെഷീനറീസ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ദുരന്തത്തിന് വ്യാപ്തി നിറഞ്ഞ ആ ഭാഗം ഏകദേശം 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നടക്കുന്നത്. ഇത്രയും ഒരു നല്ലൊരു ഏരിയ 200-ഓളം മീറ്റർ വീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ മെഷീൻസൊക്കെ അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 30ഓളം മെഷീൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്. പ്രതിദിന വലിയ വാടകയ്ക്കല്ലേ ഇത് നിങ്ങൾ വിട്ടുകൊടുക്കുന്നതല്ലേ? അല്ല, ഇത് ഫുള്ള് സൗജന്യമായിട്ടാണ്. അല്ല, ഞാൻ പറയുന്നത് പൊതുവിൽ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നഷ്ടപ്പെടുത്തിയാണ് നിങ്ങളിപ്പോൾ ഈ സേവനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എൻക്വയറി വന്നതന്നെ നേരത്തെ പറഞ്ഞതുപോലെ കളക്ടറേറ്റ് ത്രൂ പിന്നെ ജിയോളജി ബന്ധപ്പെട്ട് ജിയോളജിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ ഏകദേശം ഞങ്ങളൊരു 10-16 വണ്ടിയോളം അന്ന് തന്നെ വന്നിട്ടുണ്ട്, മെഷീൻസ് അന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള മെഷീൻസും വന്നിട്ടുണ്ട്. മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, കർണാടക ഭാഗത്തു നിന്നൊക്കെ ഇന്നലെ വരെ മെഷീൻസ് വന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഈ അടിവാരത്ത് നിന്ന് എങ്ങനെ ഇത് മേലെ എത്തിച്ചത്, ഈ ചുരം കയറ്റി ഇവിടെ എത്തിച്ചത് എങ്ങനെയാണ്? വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമല്ലേ അത്? അതായത് ഓരോ മെഷീൻസ് ഒരു 10 കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ പിന്നെ 140 ഉണ്ട്, 200 ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള 6 വീലർ ഉണ്ട്, 10 വീലർ ഉണ്ട്, 12 വീലർ ഉണ്ട്. ആ ഒരു 20 ക്ലാസ് മെഷീൻസ് ആണ് കാര്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു 10 വീലറിൽ വരാവുന്നേ ഉള്ളൂ. എന്നാലും ഈ ചുരം ഭാഗത്തൂടെ വരാൻ പ്രയാസമാണ്. രാത്രിയാണ് കാര്യമായിട്ട് ഇങ്ങോട്ട് വർത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ പല ക്ലാസിഫിക്കേഷനിലുള്ള യന്ത്രങ്ങളുണ്ടല്ലോ അല്ലേ? അതായത് അല്ലേ, ഏറ്റവും സൂക്ഷ്മ, അതായത് മൃതദേഹങ്ങൾക്ക് പോലും
യാതൊരു കേടുപാടുകളും ഇല്ലാതെ തുരന്നെടുക്കാൻ പറ്റുന്നൊക്കെ ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ചെറിയ മെഷീൻസാണ്, അതിനൊക്കെ വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ എടുക്കാൻ പറ്റിയത് ചെറിയ മെഷീൻസാണ്. ബാക്കിയുള്ള കല്ലുകളാണ് മെയിനായിട്ട് മാറ്റുന്നതിനാണ് ഇവിടെ മെഷീൻസ് യൂസ് ചെയ്യേണ്ടത്. വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ആൾ തന്നെ കയറിയിട്ടാണ് കൂടുതലും ചെയ്യേണ്ടത്. ബാക്കിയുള്ള ചെറിയ ഹാൻഡ് മെയ്ഡ് മെഷീനറീസ് കൊണ്ടാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ. അതേ മെഷീനറീസ് ആയിട്ട് സാധ്യമല്ല. വലിയ മെഷീൻസാണ് ഈ പാറക്കല്ലുകളും ഇതൊക്കെ മാറ്റാനാണ് വലിയ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ദുരന്ത മേഖല ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം ഇവിടെ കാണുന്ന കാഴ്ചകൾ? ഞാൻ ആദ്യമായിട്ടാണ് ദുരന്ത മേഖലയിൽ, കണ്ടിട്ട് ഒന്നും പറയാനില്ല. ഇവിടെ വന്ന് തന്നെ കാണണം ഇവിടുത്തെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ ടി വിയിലും ഇതിലൊന്നും ന്യൂസിലൊന്നും കാണുന്നത് പോലെയല്ല, ഇവിടെ വന്ന് തന്നെ കാണുന്നത്. ഈ വലിയ ഈ പാറക്കെട്ടുകൾ മാറ്റാൻ എത്ര സമയമെടുക്കും? ഇത് എങ്ങനെയാണ് ഇത് ഈ നദിയുടെ കണ്ണാടിപ്പുഴയുടെ ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയാണല്ലോ ഇതിപ്പോൾ പാറകളൊക്കെ നീക്കം ചെയ്യുന്നതല്ലേ? എത്ര സമയമെടുക്കും ഇത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ? എത്ര കാലം നിങ്ങളുടെ സേവനം ഇവിടെ ഉണ്ടാവും? അത് പറയാൻ പറ്റില്ല എത്ര കാലം എടുക്കും എന്നുള്ള. അത്രയും വ്യാപ്തി, അത്രയും ആയത്തിൽ ഇതിലോട്ട് പോയിട്ടുണ്ട്. സർക്കാർ പറയുന്ന എത്ര ദിവസമാണെന്ന് വെച്ചാൽ ഞങ്ങൾ അത്ര ദിവസം, ഒരു മാസമാണ്, ഒരു മാസം, അത്രയും ദിവസങ്ങൾ ഈ വണ്ടി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയാതെ ഒരിക്കലും ഞങ്ങൾ ഈ വണ്ടികൾ ഒന്നും ഇവിടുന്ന് പിന്മാറില്ല. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങോട്ട് ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് മുകളിൽ വരെ ഇറ്റാച്ചി 4 ഇറ്റാച്ചി ഫസ്റ്റിൽ വെച്ചിട്ട് ആദ്യം പാലം റെഡി ആയതിന് ശേഷം അപ്പുറത്തു കൂടെ വണ്ടി, പാലം ആവുന്നതിൻ്റെ മുമ്പ് തന്നെ അപ്പുറത്തു കൂടെ വണ്ടി കയറ്റിയിട്ട് ആ റോഡ് അങ്ങേ അറ്റം വരെ ഞങ്ങൾ ശരിയാക്കി. പിന്നെയാണ് ഇത് തെരച്ചിലും കാര്യങ്ങളും തുടങ്ങിയത്. എത്ര സമയം വേണമെങ്കിലും ഞങ്ങളിത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഗവൺമെൻറ് ഈ വിയർ അറിഞ്ഞപ്പോൾ തന്നെ വണ്ടികളിലൊക്കെ ഫുൾ ഡീസൽ ഞങ്ങൾ അടിച്ചിട്ട് 2 ദിവസം ഓടാനുള്ള ഡീസൽ ഞങ്ങൾ സ്വന്തം റിസ്കിൽ അടിച്ചിട്ട്, ലോറി സ്വന്തം റിസ്കിൽ അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇനി എത്ര ദിവസം ഞങ്ങൾ ഇവിടെ നിന്നത് ചെയ്യാൻ തയ്യാറാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഓപ്പറേറ്റർമാർ. അവർ പിന്നെ വിശ്രമമില്ലാതെയാണ് പണിയെടുക്കുന്നത്. മലയാളികളെല്ലാം തോന്നുന്നു അല്ലേ? മലയാളികളായവരുണ്ട്, മലയാളികളല്ലാത്തവരുണ്ട്. അവർ മനഃസാന്നിധ്യം നഷ്ടപ്പെടാതെ അത്രയും പിന്നെ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലും പിന്നെ വകവെക്കാതെ അവർ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ പണിയെടുക്കുന്നത്. അവരും നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ ഒരു ഭയങ്കര ഭാഗമായിരിക്കുകയാണ് ഈ ഓപ്പറേറ്റർമാരും. അവർക്ക് നമ്മൾ പ്രത്യേകം ഇത് പറയേണ്ടതുണ്ട്. ഓക്കെ, എന്നാലും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം പലപ്പോഴും ഇതുപോലുള്ളവരുടെ സേവനങ്ങൾ പലപ്പോഴും കാണാതെ പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സേവനം തുടരുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ കെ പി സുരേഷ്, ഇവർ പറഞ്ഞതുപോലെ അതായത് ഈ മേഖല അത് ഈ സുഗമമായി യാത്ര ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ വാഹനങ്ങൾക്ക് കയറിപ്പോകാനുള്ള, കാരണം മുണ്ടക്കൈ അതുപോലെ പുഞ്ചിരിമട്ടം ആ മേഖലയിലേക്ക് ഒക്കെ പോകാനുള്ള റോഡ് അത് താൽക്കാലികമായി നിർമ്മിക്കുന്നതിലും ഇവരുടെ JCB അതുപോലെ ഹിറ്റാച്ചി അതൊക്കെയാണ് ഉപയോഗിച്ചത്. പലപ്പോഴും ഇത്തരക്കാരെ ശ്രദ്ധിക്കാറില്ല, മാധ്യമങ്ങളടക്കം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരു അവസരം കൊടുത്തത്. ബെയിലി പാല നിർമ്മാണത്തിൽ പോലും ഇവർക്ക് പങ്കാളികളാകാൻ സാധിച്ചു. അതും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇവരുടെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. വലിയ സല്യൂട്ട്. ഓക്കെ, KP സുരേഷ്. അനിയമ്പേർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വയനാടിനൊപ്പം, ഉള്ളുലഞ്ഞ വയനാടിനൊപ്പം ഉള്ളം നിറച്ച് എല്ലാവരുമുണ്ട്, നാടൊന്നാകെ ഉണ്ട്. അത് ഇങ്ങനെയാണ്. അത് പല കാഴ്ചകളും നമ്മൾ കാണാതെ പോകുന്നു. എല്ലാവരും തന്നാലായത് ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. അത്തരത്തിലുള്ള നന്മയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇങ്ങ് കാണാനും സാധിക്കുന്നത് അല്ലേ? തീർച്ചയായും KP സുരേഷ്, 2001 അമ്പൂരി ദുരന്തമുണ്ടായപ്പോൾ, അതായത് 23 വർഷം മുമ്പ് അമ്പൂരി ദുരന്തം ഉണ്ടായ സമയത്ത് അത് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ മറ്റൊരു ചാനലിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ആ ദുരന്ത മുഖത്ത് ഇത്രയൊന്നും യന്ത്ര സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 23 വർഷം പിന്നിടുമ്പോൾ, 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇതുപോലുള്ള യന്ത്രങ്ങളുടെ സാന്നിധ്യം അത് അനിവാര്യമാണ്. ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പറ്റൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ബെയിലി പാല നിർമ്മാണത്തിന് ഇവരുടെ യന്ത്രങ്ങൾ സഹായകരമായി. അതുപോലെ ഈ താൽക്കാലികമായിട്ടുള്ള റോഡ് പണിയുന്നതിന് ഇവരുടെ സാന്നിധ്യം അത് സഹായകരമായിട്ട്, മാത്രമല്ല ഈ കണ്ണാടിപ്പുഴയുടെ സുഗമമായ ഒഴുക്കിന്, ഈ നീരൊഴുക്കിന് ഈ പാറകളെല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ദുഷ്കരമായിട്ടുള്ള ദൗത്യമാണ്. അത് അത് മനുഷ്യ സാധ്യം അല്ല, ഒട്ടുമല്ല. പക്ഷേ മനുഷ്യർ തന്നെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അധ്വാനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ
അത്തരക്കാരുടെ സേവനം, അത് സ്തുത്യർഹമായിട്ടുള്ള സേവനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കെ പി സുരേഷ് നേരത്തെ പറഞ്ഞ പോലെ സഹായഹസ്തങ്ങളുമായി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച അവധി ആയതുകൊണ്ട് നിരവധി ആളുകൾ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ നിയന്ത്രണം ഉണ്ട്. സഹായിക്കാൻ വെമ്പി നിൽക്കുന്ന നിരവധി ആളുകളെ ആ ചെക്ക് പോസ്റ്റിൽ കാണാൻ സാധിച്ചു. അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ, അത് വസ്ത്രമായി, അതുപോലെ ഭക്ഷണമായി, ഈ പറഞ്ഞതുപോലെ ഇവർ പിന്നെ പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപ വാടക ഉള്ള ഈ JCB, അതുപോലെ ഹിറ്റാച്ചി, മറ്റ് യന്ത്ര സാമഗ്രികളൊക്കെ ഇവർ സൗജന്യമായി വിട്ടുകൊടുക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഈ ഒരു ദൗത്യം പൂർത്തിയാകുന്നതുവരെ ഞങ്ങളുടെ യന്ത്ര സാമഗ്രികൾ വിട്ടുകൊടുക്കാൻ സന്നദ്ധമാണ്. അതാണ് ഈ നാടിനൊപ്പം, ഒരു നാട് ദുരന്തത്തിൽ ആഴ്ന്നു കിടക്കുന്ന സമയത്ത്, ഒരു ദുരിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ സഹായിക്കാൻ, ആ നാട്ടുകാരെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ആ നാടിനെ അത് പുനർനിർമ്മിക്കാനായിട്ടുള്ള തീവ്ര ശ്രമങ്ങളിൽ എല്ലാവരും, കേരളം മുഴുവൻ പങ്കാളികളാവുകയാണ്. കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നുള്ള ഒരാൾ പോലും കുടുംബസമേതം ഇവിടെ എത്തുകയുണ്ടായി. അപ്പോൾ അതേ ഒക്കെ പറയുന്നത്, കാരണം അവർക്ക് ഇത്രയും വലിയൊരു മഹാദുരന്തത്തിന് കേരളം സാക്ഷിയാവുന്നത് അവർക്ക് കാണാൻ വയ്യ. മാത്രമല്ല, ഇവിടെ നിന്നുള്ള ഈ ദുരന്തമുഖത്തു നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർക്ക് വിദേശത്തിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നതാണ്. ആ രീതിയിലാണ് ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുമ്പോൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മനോഹരമായ കാഴ്ചയും ഈ കണ്ണീർ കാഴ്ചകൾക്കിടയിലും ഈ നന്മവറ്റാത്ത മനുഷ്യർ, നന്മവറ്റാത്ത ഹൃദയങ്ങൾ, അവർ എത്രത്തോളമാണ് ആ ഉറ്റവരെയും ഉടയവരെയും സർവസ്വവും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നത് എന്നതിനുള്ള സാക്ഷ്യം കൂടിയാവുകയാണ് ഈ കാഴ്ചകൾ. അനിൽ നമ്പ്യാരാണ് വിവരങ്ങൾ നൽകിയത്.